നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ്. അവർ നിങ്ങളിലേക്ക് വരുമോ അതോ അവർ നിൽക്കുന്ന സാഹചര്യം തന്നെ കണ്ടിന്യൂ ചെയ്യുമോ എന്നാണ്, തുടർന്നു പോകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനുള്ളവരെയും അതുപോലെ തന്നെ നിങ്ങളെ നിന്നും പൂർണ്ണമായും മാറിപ്പോയവരെയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. അത് ഫലമായി നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും. അതുപോലെ ഈ ഒരു റീഡിംഗ്, എൻ്റെ എല്ലാ റീഡിങ്സുകളും ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും റീഡിങ്സുകൾ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ സാഹചര്യവുമായി ചേരുന്ന ഒരു റീഡിങ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉൾക്കൊള്ളുക, അതല്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അതിനകത്ത് ഞാൻ ഏജോ കാര്യങ്ങളോ ഒന്നും പറയാറില്ല. പിന്നെ നല്ല ഏജ്ഡായ വ്യക്തികളുടെ ഒരു പ്രസൻസ് വരുന്ന ടൈമിൽ ഞാനത് വ്യക്തമായി നിങ്ങൾക്ക് അറിയിച്ചിട്ടുള്ളതുമാണ്. ഫസ്റ്റ് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് റിവേഴ്സാണ്. അതായത് നിങ്ങളുടെ വ്യക്തികളുടെ ഒരു നൈറ്റ് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ എത്രത്തോളം ഫോക്കസ് ചെയ്തിരുന്നു എന്നും എത്രത്തോളം നിങ്ങൾ അവരെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നും അവരിപ്പം മനസ്സിലാക്കുന്നു. മാത്രമല്ല, അവർ നിങ്ങളോട് കാണിച്ചത് വളരെ നിന്ദനാജനകമായ കാര്യങ്ങളായിരുന്നു. നിങ്ങൾ ഒരുപാട് അവഗണിച്ചിരുന്നതായിട്ടാണ് അവരിപ്പം ചിന്തിക്കുന്നത്. അവരതിനകത്ത് വളരെയധികം മാനസികമായും വിഷമം അനുഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള കഴിവുകളെയും അവർ ചെറുതാക്കി കണ്ടിരുന്നു. നിങ്ങൾ കാണിച്ചിരുന്ന ഒരു കെയറിങ്ങും പ്രൊട്ടക്ഷനും സ്നേഹത്തിനെയൊക്കെ അവർ ഒരു പുച്ഛഭാവത്തിൽ കണ്ടിരുന്നു എന്നവരിപ്പം തിരിച്ചറിയുന്നുണ്ട്. അവരിപ്പം പല കാര്യങ്ങളിലും അവർക്ക് നഷ്ടമാണ്. അതായത് സാമ്പത്തികമായിട്ടാണെങ്കിലും അവരുടേതായ എല്ലാ കാര്യങ്ങളിലും അവരിപ്പം വളരെയധികം കരിയറിലാണെങ്കിലും അവരുടേതായ പൂർണ്ണമായും കാര്യങ്ങളിൽ അവർക്ക് യാതൊരുവിധ വിജയമോ മുന്നോട്ട് പോകാനോ പറ്റാത്ത വിധം അവർ ആ ഒരു സാഹചര്യത്തിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ നിങ്ങളോട് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ അവർ അവഗണിച്ച കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളോട് മോശമായിട്ട് ഓരോ രീതിയിലും ബിഹേവ് ചെയ്തതുമെല്ലാം അവർ ചിന്തിക്കുകയും നിങ്ങൾ അവരെ എത്രത്തോളം ഫോക്കസ് ചെയ്തിരുന്നെന്നും നിങ്ങൾ അവരെ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് ചേർത്ത് പിടിച്ചിരുന്നതാണെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അത് എംബറസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളെ അവർ ഭയങ്കരമായി സംശയിച്ചാണ് പെരുമാറിയത്. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സംശയത്തോടു കൂടി കണ്ടതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തൊട്ടതിനും പിടിച്ചതിനും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങളെ അവർ സംശയിക്കുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് പെരുമാറുകയും നിങ്ങളോട് മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുകയും ചെയ്തവരാണ് നിങ്ങളുടെ വ്യക്തികൾ. അവരത് വീണ്ടും തിങ്കിങ് ചെയ്യുകയാണ്. അവർക്ക് നിങ്ങൾ എത്രത്തോളം സത്യസന്ധവും നീതിയുക്തവുമായിരുന്നെന്നും നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് കൊടുക്കേണ്ടി വരുമെന്നും അവർ ഭയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങളുടെ കുടുംബപരമായ കോടതി വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്. അപ്പം ഇവർക്കറിയാം ഇവർ തെറ്റ് ചെയ്തിരുന്നു, നിങ്ങളുടെ പേഴ്സൺ തെറ്റ് ചെയ്തിരുന്നെന്നും പല തെറ്റുകളും നിങ്ങളിൽ ചുമത്തപ്പെടുകയും ചെയ്തിരുന്നെന്നും നിങ്ങളെ സംശയത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ കണ്ടിരിക്കുകയും അത് അവർ പുറമെ പ്രഖ്യാപിക്കുകയും ചെയ്ത് നിങ്ങളെ ഒരുപാട് രീതിയിൽ ടോർച്ചറിങ് ചെയ്തിട്ടുണ്ടെന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവർക്കതിനകത്ത് വളരെ കുറ്റബോധവും മാനസിക പ്രശ്നങ്ങളുണ്ട്. കാരണം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലരൊക്കെ ഇതിനകത്ത് കോടതിപരമായ കാര്യങ്ങളിലേക്ക് കയറി ഇറങ്ങുന്നവരുണ്ടാവാം. ചിലർ ജസ്റ്റിസിന് വേണ്ടി പലരുടെ മുമ്പിൽ യാചിക്കുന്നവരുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജസ്റ്റിസ് കിട്ടണമെന്നും അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകുമെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. അത്രത്തോളം ഹാപ്പി ഫാമിലി ആയിരുന്നു നിങ്ങളുടെ ഇതിനകത്ത് കുടുംബ ബന്ധങ്ങളാണ് കേട്ടോ കയറി വന്നിട്ടുണ്ട്. ഫാമിലിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം അത്രത്തോളം നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് പോയ ഒരു ഫാമിലിക്കുള്ളിലാണ് ഇതുപോലെ ചുമ്മാ ഒരു സംശയത്തിൻ്റെ പുറത്തും മോശമായ ചിന്തകളുടെ പുറത്തും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുകയും ഇന്ന് അതൊരു ജസ്റ്റിസിന്, അതായത് ഒരു കേസ് വഴക്ക് അതല്ലെങ്കിൽ ആ ഒരു മറ്റുള്ളവർ ഇടപെടേണ്ട സാഹചര്യത്തിൽ എത്തിച്ചേർന്നതെന്നും അതിനെല്ലാം കാരണം തങ്ങൾ തന്നെയാണല്ലോ എന്നുമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നത്. കാരണം അവരുടെ നൈറ്റ് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ വ്യക്തമായ സത്യസന്ധമായൊരു ചിന്തകളായിരിക്കും. അല്ലാത്തപ്പോൾ പുറമെ പ്രകടിപ്പിക്കുന്നത് പലതും നമ്മൾ പറയും. പക്ഷെ രാത്രിയിൽ കിടക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിക്ക് മുമ്പിൽ, നമ്മുടെ സോളിന് മുമ്പിൽ നമുക്കും നമ്മുടെ സോളിനും തമ്മിൽ ഒന്നും മറയ്ക്കാൻ പറ്റില്ല. അവിടെ യഥാർത്ഥമായ സത്യസന്ധമായ കാര്യങ്ങൾ ഉടലെടുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് ആണ്, 5 ഓഫ് വാൺസുമാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളോട് അവർ വഴക്കുണ്ടാക്കിയിരുന്നത് തെറ്റാണെന്നും ആ ഒരു ശക്തിയൊക്കെ അവർക്ക് ഇപ്പോൾ കുറഞ്ഞു. അവരുടെ മൈൻഡ് സെറ്റിൽ ഇപ്പോൾ ഒരു പുതിയ ഇമോഷൻ, ഒരു പുതിയ ക്രിയേറ്റിവിറ്റി, എന്തെങ്കിലും പുതിയതായിട്ടൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, ഒരു ചേഞ്ചിങ്, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ചിങ് വന്നിരുന്നെങ്കിൽ, ആ ഹാപ്പി ഫാമിലി ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാമായിരുന്നു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫൈറ്റിങ്ങും വഴക്കും വിരോധമെല്ലാം മാറി, അത് കുറഞ്ഞു. കാരണം നിങ്ങളുടെ ഫാമിലിയിലുള്ളവരും അവരുടെ ഫാമിലിയിലുള്ളവരും എല്ലാം നിങ്ങളുടെ ഈ പ്രോബ്ലത്തിൽ ഉൾപ്പെടേണ്ടി വന്നിരുന്നു. എല്ലാവരും ഇപ്പോൾ പതുക്കെ അവരവരുടെ കാര്യങ്ങളിലേക്ക്, സ്റ്റാൻഡിലേക്ക് മാറിയിരിക്കുകയാണ്. എല്ലാവരും തന്നെ അവരവരുടെ വഴിക്ക് പോയപ്പോൾ ഈ വ്യക്തിയും നിങ്ങളും നിങ്ങളുടേതായ ഒരു സെപ്പറേഷനിൽ മാറി നിൽക്കേണ്ട വരുന്നു. ഇപ്പോൾ ആരും തന്നെ ബന്ധങ്ങളോ കൂടെയുള്ളവരോ ഒന്നും ഈ ഒരു ഇഷ്യൂയിലേക്ക് തല കടത്താനോ ചോദിക്കാനോ പറയാനോ ഒന്നും വരാതെ നിൽക്കുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങി, എത്രത്തോളം ഇമോഷനും എത്ര നല്ല രീതിയിൽ പോയതായിരുന്നു നമ്മുടെ ബന്ധമെന്ന്. ഇപ്പം എല്ലാവരും, അതായത് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ വൈരാഗ്യവും വാശിയും കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും അവരുടേതായ വഴികളിലേക്ക് പോയപ്പം ഇവരൊറ്റയ്ക്കായി. ഇവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വാല്യൂ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അവർ നഷ്ടപ്പെടുത്തിയത് അവർക്ക് ഏറ്റവും, അതായത് കയ്യിൽ കിട്ടിയതിനെ കളഞ്ഞു എന്ന ഫീലിങ്സോടുകൂടി തന്നെ ശരിക്കും അവർ റിഗ്രഷൻ അനുഭവിക്കുകയാണ്. അവർ ശരിക്കും ഇങ്ങനെ മനസ്സ് ഉരുകുകയാണെന്ന് തന്നെ പറയാം. ഒരു പിരിമുറുക്കമാണ്, ആരോടും പറയാനും വയ്യ. ആ എടുത്തു ചാടി വളരെ ശക്തമായിട്ട് പ്രതികരിച്ചു, ഓരോന്ന് ചെയ്തിട്ട് ഇനി അതിനകത്ത് സംസാരിക്കാൻ പറ്റാത്ത വിധം സ്റ്റക്കായ പോലെ അവർ നിരാശയിലാണ്. ശരിക്കും മരണതുല്യമായി. അവർക്ക് മുന്നിൽ പ്രകാശമൊന്നുമില്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. അവർക്കൊരു നല്ല കുടുംബം, സമാധാനം, ഇതെല്ലാം നഷ്ടപ്പെടുത്തിയെന്ന് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ചിലരൊക്കെ അവരോട് ചേർന്നുള്ള കുറച്ച് പേര് അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത് മദറിൻ്റെയും ഫാദറിൻ്റെയൊക്കെ ഒരു ഇത് വരുന്നുണ്ട്. അവരൊക്കെ സംസാരിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാമെന്നും അവർക്കൊരു ഈ വ്യക്തിയുടെ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അവർ കുറച്ചൊക്കെ ഇവരുമായിട്ട് സപ്പോർട്ടിങ് നിൽക്കുന്നുണ്ട്, താങ്ങാവുന്ന രീതി പെരുമാറുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒരു സപ്പോർട്ടിങ് കൊടുക്കുന്നുണ്ട്. അത് അച്ഛനമ്മമാരെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരുള്ളിടത്തോളം കാലം ഒരിക്കലും തള്ളിപ്പറയാൻ സാധിക്കില്ലല്ലോ, ഇനി എത്ര വലിയ കാര്യങ്ങളിലൂടെ കടന്നു പോയാലും. അപ്പം ആ ഒരു സപ്പോർട്ടിങ്ങും അവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ്, ഒരു ഊർജം കൊടുക്കുന്നു എന്നതാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ അവർ ബർഡൻ ചുമക്ക് തന്നെയാണ്. 10 ഓഫ് വാൺസ് ആണ്. അവർക്ക് കരിയർ സംബന്ധമായ കുറേ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ബാലൻസ് ഭാരം, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുമായിട്ടുള്ള ഇഷ്യൂ. അവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമധികം ബർഡൻ ചുമക്കുകയാണ്. അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് മാനസികമായി, മനസ്സിനകത്താണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ബർഡനുമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളെ ഈ രീതിയിലെല്ലാം അവർ ടോർച്ചറിങ് ചെയ്തത്. അതായത് നിങ്ങളെ കുറ്റക്കാരാക്കുന്നു, നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ സ്നേഹത്തെയൊക്കെ അവർ വില കുറച്ച് കണ്ടതുമെല്ലാം അവർ മറ്റൊരു സിറ്റുവേഷനിൽ കിട്ടിയ ആ ഒരു ചെറിയ സമയത്തെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സുഖം, ഒരു ആശ്വാസത്തിൻ്റെ പുറത്ത് സംഭവിച്ചു പോയ ഒന്നാണ്. അവർക്ക് പേജ് ഓഫ് കപ്സ് ആണ്. അവർ വളരെയധികം ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച്. അതായത് നൈറ്റ് തോട്ട്സിൽ നിങ്ങളെക്കുറിച്ച് അവർ ശരിക്കും ഇമോഷനായിട്ട് ചിന്തിക്കുന്നു. പക്ഷേ അവരൊരു ബന്ധനത്തിലാണ്. ആ ബന്ധനത്തിൽ നിന്ന് വരിക എന്നത് വളരെ ഡിഫിക്കൽറ്റി ആയൊരു കാര്യമാണ്. അതുപോലെ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ ആ ബന്ധനത്തിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് മോചനം കിട്ടത്തുള്ളൂ. അതുപോലെ സ്ട്രഗിൾ, അതായത് ഒരു ഫിസിക്കലി മെൻ്റലി കണക്റ്റഡായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി ചെന്നു പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആ വ്യക്തിക്ക് തിരിച്ചു വരണമെങ്കിൽ നല്ല പോലെ സ്ട്രഗിൾ ചെയ്യണമെന്ന്
ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതിനുവേണ്ടി അതിന് ശ്രമിക്കാൻ തന്നെ ഉൾഭയമാണ് നിങ്ങളുടെ വ്യക്തിക്ക്. കാരണം അത് ചെയ്താൽ എന്താകും, എങ്ങനെ ആകുമെന്ന ഒരു നല്ല ഭയത്തോടു കൂടിയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. കാരണം ഒരു ബ്ലാക്ക് മാജിക് എനർജി, അതായത് ബ്ലാക്ക് മാജിക് എനർജി എന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടിയോ കാത് കെട്ടിയോ ഒന്നും കൊണ്ടുപോയിരിക്കുന്നതല്ല. അവരറിഞ്ഞ് ഇമോഷണലി ആ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടിയതാണ്. അവരതിനകത്ത് ശരിക്കും ആനന്ദവും സന്തോഷവും കൊണ്ട് അനുഭവിച്ച വ്യക്തികളാണ്. ആ സ്ഥിതിക്ക് അവർക്ക് ആ ഒരു ബന്ധനം അർഹമാകുന്നൊരു ബന്ധനം തന്നെയാണ്. അവർ വളരെയധികം ആഗ്രഹിക്കുന്നു ബാലൻസിലേക്ക് വരണം എന്ന്. പക്ഷേ ബാലൻസിൽ വരാൻ ബുദ്ധിമുട്ടാണ്. വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അതായത് ശരിക്കും വശീകരിച്ച് വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ആ ഒരു വശീകരണം, അതായത് എത്ര വലിയ കൊലകൊമ്പനെയും വശീകരിക്കാൻ കഴിവുള്ള രീതിയിൽ ഒരു വ്യക്തിയുടെ കൈകളിലാണ് നിങ്ങളുടെ വ്യക്തി ചെന്ന് പെട്ട് നിൽക്കുന്നത്. അതായത് അവർ ഫാമിലിയുടെ ഒപ്പം തന്നെയാണെങ്കിലും അവർ ഈ ഒരു ബന്ധനത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബന്ധനം പെട്ടെന്നൊന്നും മാറില്ല. അതുപോലെ നെഗറ്റീവായ ഒരു സിറ്റുവേഷനാണ്. നല്ല ശക്തമായ ഒരു വ്യക്തിയുടെ കൈകളിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. ശരിക്കും അവർ അവിടെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. ഒന്ന് ബാലൻസിലാവാൻ പറ്റിയിരുന്നെങ്കിലെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ബാലൻസ് കിട്ടുന്നില്ല. പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ അവർ തകർന്ന ഒരു സിറ്റുവേഷനിലാണ്. അത് പാസ്റ്റിലെയും പ്രസൻറ്റിലെയും ആ ഒരു രണ്ട് സിറ്റുവേഷന് ഒരു കാരണവശാലും ചേർക്കാൻ പറ്റാത്ത വിധം, ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം അവർ നിസ്സഹായതയോടുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നിങ്ങളുടെ പേഴ്സണിൽ കാണാൻ പറ്റുന്നത്. അവർ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. 4 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. അവർ ഭയങ്കരമായ പ്രതീക്ഷകളായിരുന്നു. നിങ്ങളോടൊത്തുണ്ടായിരുന്ന ഒരു ലൈഫിലെ പ്രസൻസും ആ ഒരു ബ്ലെസ്സിങ്സും, അതായത് സാമ്പത്തികമായിട്ടും കരിയർ പരമായിട്ടൊക്കെ നിങ്ങളോടൊപ്പമായിരുന്നപ്പോൾ അവർ ഏറ്റവും നല്ല രീതിയിൽ പോയ വ്യക്തികളാണ്. അവർക്ക് 4 പേർക്ക് മുന്നിൽ അഭിമാനത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ വ്യക്തികളായിരുന്നു. പക്ഷേ അവർക്ക് സാമ്പത്തികമായ ബ്ലെസ്സിങ്സും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കരിയർ സംബന്ധമായിട്ടും നല്ലൊരു പൊസിഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയ വ്യക്തിയായിരുന്നു. പക്ഷേ അവരതുപോലെ നിങ്ങളോടൊത്തൊരു ടിൻ ഫ്ലെയിം ജേണിയിൽ വളരെ സന്തോഷത്തോടു കൂടി മതിമറന്ന് ജീവിച്ചതായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് എന്താണ് 3 ഓഫ് സോഴ്സാണ്. അവർ ഹാർട്ട് ബ്രേക്കിങ്ങിലാണ്. അവർക്ക് ഒരു കാരണവശാലും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പെട്ടെന്നൊന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല കേട്ടോ. ഇച്ചിരി താമസം തന്നെയാണ്. അതുപോലത്തെ ബന്ധനമാണ് അവർക്ക് പെട്ടിരിക്കുന്നത്. അവർക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. അവർ ഭയങ്കരമധികം ശക്തമായിട്ടും അവർ വേദനിക്കപ്പെടുന്നൊരു സാഹചര്യമാണ്. അവർക്ക് ഒരു കാരണവശാലും ആ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവരതുപോലെ പല കാര്യങ്ങളിലും ആ സാഹചര്യത്തിൽ കുടുങ്ങി നിൽക്കുകയാണ്. കാരണം അത്രയ്ക്ക് സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്താണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അതിൽ നിന്ന് പിന്മാറുമ്പോൾ അതനുസരിച്ച് ഇരട്ടി ശക്തിയോടുകൂടി ആ ഒരു തേർഡ് സിറ്റുവേഷനിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. കാരണം അതുപോലുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശക്തമായി കഴിവുള്ള ഒരു വ്യക്തി എന്തിനേയും അയാളുടെ കൈക്കുള്ളിൽ നിർത്താൻ ആ ഒരു സാഹചര്യത്തിൻ്റെ, അത് ആരായാലും ആ ഒരു സാഹചര്യത്തിൻ്റെ കൈക്കുള്ളിൽ നിർത്താൻ പവറുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നിങ്ങളുടെ വ്യക്തി നിലവിളിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹാപ്പിനെസ് അല്ല. ഇന്ന് കിട്ടിയ ഈ റീഡിങ്ങിൽ ആർക്കൊക്കെ റെസനേറ്റ് ആവുന്നോ അവർക്കൊരു കാരണവശാലും ആ ഒരു സാഹചര്യം ഹാപ്പിനെസ് അല്ല. അവർ ശരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവരാ ബർഡൻ ചുമന്ന് പൂർത്തീകരിച്ചേ പറ്റൂ, ഇത് അവരുടെ വിധിയാണെന്ന് അവർ സ്വയം സമാധാനിക്കുകയും ചെയ്യണത്. ഹെർമിറ്റാണ്. അവർ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് ആരോടും പരാതി പറയാതെ നിൽക്കുകയാണ്. കാരണം അവരുടെ കണ്ണും കാതും കെട്ടിയ അവസ്ഥയിൽ അവർ എന്തെങ്കിലും എടുത്തു ചാടി ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ആകുമോ എന്ന ഭയവുമുണ്ട്. അവർ ആ പാസ്റ്റിലെ ലൈഫിനെ ഓർത്ത് അവർ ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസൻറ്റിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. അവരും ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യം, ഒരു പ്രകാശം, ഒരു വെളിച്ചത്തിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് മുന്നിൽ ഒരു കാരണവശാലും അത് വരുന്നില്ല. അങ്ങനെ ഒരു വാതിൽ ഓപ്പൺ ആവുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിരുന്നു എങ്കിൽ എന്ന് ഇവരും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. 100% നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തിച്ചേരും. അതിനു വേണ്ട ടൈമിംഗ് ആവണം.
അതായത് നമ്മൾക്കിവിടെ കുറേ ടൈമിംഗ് നോക്കിയപ്പോഴെല്ലാം ശരിക്കും സ്റ്റക്നെസ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങളെ അംഗീകരിച്ച് നിങ്ങളിലേക്ക് വരാനും വളരെ നല്ല ഒരു സ്കോപ്പ് പ്രതീക്ഷയൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിലും അതിൻ്റേതായ ഒരു ടൈം വരണം. പക്ഷേ നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി 100% എത്തിച്ചേരുക എന്നത് നിങ്ങളെ അവരതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ആ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇത്ര സമയം കഴിയുമ്പം ഈ ഒരു ബന്ധം നിലച്ചു പോവുകയും നിങ്ങളിലേക്ക് അവർക്ക് 100% തിരിച്ചു വരാൻ സാധിക്കുകയും ചെയ്യും. കാരണം ഡെത്ത് സംഭവിക്കും. അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിന് പൂർണ്ണമായും ഡെത്ത് സംഭവിക്കുകയും അതിൻ്റെ ഫലമായിട്ടൊരു റീബർത്ത്, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് ഒരു റീബർത്തിലൂടെ നിങ്ങളിലേക്ക് ആ വ്യക്തി എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ആ ഒരു ബന്ധനം എന്ന് പറയുന്നത് വളരെ ശക്തമായൊരു കാര്യമാണ്. ആ ബന്ധനത്തിന് ഒരു പരിധി, ഒരു കാലവുമുണ്ട്. അത് കഴിയുന്നത് വരെ നിങ്ങളും വെയിറ്റ് ചെയ്യുക, മാക്സിമം പ്രെയർ ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അതിനുവേണ്ടി അവർ നല്ല പോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക കേട്ടോ. കാരണം എല്ലാവർക്കും ഇത് ഓക്കെ ആവണമെന്നില്ല നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക്. പിന്നെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ചേഞ്ചിങ് നമ്മുടെ ലൈഫിലേക്ക് വരും. നമുക്ക് മാലാഖമാർ നൽകിയിരിക്കുന്നത് ഇയർ ഫ്രം നൗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മുതൽ 1 വർഷത്തിനുള്ളിൽ, അതായത് ഞാൻ പറഞ്ഞില്ല ഇവിടെ നല്ല ബന്ധനം ഉണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പം ആ ഒരു ബന്ധനം എന്ന് പറയുന്നത് നമ്മൾക്ക് കാലതാമസം എടുക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് ഈ വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ സംഭവിക്കാം. ആ സമയം ശുഭാപ്തി വിശ്വാസത്തോടെ തുടരാനും സ്വയം പരിചരണ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ആഗ്രഹത്തിനായുള്ള മറ്റ് തയ്യാറെടുപ്പുകൾ തുടരാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റുള്ളവരുടെയും സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ആരൊക്കെയോ ഇതിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. അപ്പോൾ ആരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്കിടെയൊക്കെ തീരുമാനങ്ങൾക്കും പ്രാധാന്യമുണ്ട് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത്. നിങ്ങളുടെ മാലാഖമാർ ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അതെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ ഉത്തരം നൽകിയ പ്രവർത്തനങ്ങളും തെളിവുകൾ നിങ്ങൾക്ക് ഉടനടി കാണാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ സക്സസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾക്ക് 100% സക്സസ് ഉണ്ടാവും. അതായത് വിജയമാണ്. അഭിനന്ദനങ്ങൾ എന്നാണ് മാലാഖമാർ പറയുന്നത്. നിങ്ങൾ വിജയത്തിലേക്കുള്ള പാതയിലാണ്. നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് റിസർവേഷനുകൾ ഒന്നും ആവശ്യമില്ല. കാരണം അത് മനോഹരമായി പ്രവർത്തിക്കുന്നു. വിജയകരമായ ജീവിതത്തിൻ്റെ ഒരു ഭാഗം സ്വയം പരിപാലിക്കുക. നന്ദിയുള്ളവരായിരിക്കുക. നിരവധി കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതിശയകരമാണ്. പക്ഷേ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം ക്ഷീണിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ആസ്വദിക്കാൻ സമയമെടുക്കും എന്നാണ് പറയുന്നത്. നമുക്ക് 2 കാർഡ്സിലും കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ ചില സിറ്റുവേഷൻസുകൾ നമ്മളിൽ നിന്നും പോയത്, നമുക്ക് കാർമിക് സിറ്റുവേഷനായിട്ട് വന്ന ബന്ധങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു വരികയില്ല. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ നോക്കണം. നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച്. അത് പാസ്റ്റ് വെച്ച് നോക്കി നമുക്കൊരു റീഡിങ് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നന്മ വരട്ടെ. ഗോഡ് ബ്ലെസ് യു.